ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 56 ക്വസ്റ്റ്യൻസ് ആണ്. സോ പേജ് നമ്പർ 56 സിക്സ്ത് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദ പിക്ചർ ബിലോ, ടു സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി ആൻഡ് ക്യൂ. ദ ലൈൻ ത്രൂ ദിസ് പോയിന്റ് മീറ്റ് ദ സർക്കിൾ അറ്റ് എ, ബി, സി, ഡി. The line AC and BD are not parallel. Prove that if these lines are equal length, then ABCD is a cyclic quadrilateral. Okay. ചിത്രത്തിലെ വൃത്തങ്ങൾ പി, ക്യൂ എന്നീ ബിന്ദുക്കളെ മുറിച്ച് കടന്നു പോകുന്ന ഒരു ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് വരകൾ വൃത്തങ്ങളുമായി എ, ബി, സി, ഡി എന്നീ ബിന്ദുക്കളും കൂട്ടിമുട്ടുന്നു. എ, സി, ബി, ഡി എന്ന വരകൾ സമാന്തരമല്ല. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എ, ബി, സി, ഡി ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇതൊരു പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചിത്രം ആദ്യം നന്നായിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ രണ്ട് സർക്കിൾസ് ഉണ്ട്. ഈ രണ്ട് സർക്കിളുകളും എവിടെ കൂട്ടിമുട്ടുന്നു? പി എന്ന ബിന്ദുവിലും അതുപോലെ ക്യൂ എന്ന ബിന്ദുവിലും കൂട്ടിമുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയ ബ്ലൂ സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ ചെറിയ ഗ്രീൻ സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദുവാണ് എന്തെന്ന് പറയുന്നത്? പിയും ക്യൂവും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ബ്ലൂ സർക്കിളും ഗ്രീൻ സർക്കിളും നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ആ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗമാണ് പിയും ക്യൂവും. ഓക്കെ, ഇങ്ങനെ വന്നത് ലൈൻസ് ഓഫ് ദിസ് മീറ്റ് അറ്റ് എ സർക്കിൾ. ഇതിൽ നിന്ന് ഈ രണ്ട് സർക്കിൾ മീറ്റ് ചെയ്ത ആ പോയിന്റ് പിയിൽ നിന്ന് ഞാനൊരു വര വരയ്ക്കുകയാണ്. അത് സർക്കിളിൻ്റെ രണ്ടറ്റത്തായിട്ട് എ, ബി, സി, ഡി എന്ന് പറയുന്ന നാലറ്റങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതാ എ, ബി, സി, ഡി. ഓക്കെ, നാലറ്റങ്ങളിലായിട്ട് മുട്ടുന്നുണ്ട്. ഇതിൽ ലൈൻ എ സി എന്ന് പറയുന്നതും ബി ഡി എന്ന് പറയുന്നതും ഒരിക്കലും എന്തല്ല? പാരലൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാരലൽ അല്ല. പ്രൂവ് ദാറ്റ് ഇഫ് ദീസ് ലൈൻസ് ആർ ഈക്വൽ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ദെൻ എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. എ ബി സി ഡി എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എ, ബി അല്ലെങ്കിൽ സി, ഡി എന്ന് പറയുന്നത് സൈക്ലിക്കാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ ബി ഡി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും പാരലൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ രണ്ട് ഇതും അതായത് ലൈൻസും ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പാരലൽ നോട്ട് ഈക്വൽ. ഓക്കെ, ഈ സാധനം നേരത്തെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസോസിലസ് ട്രപ്പീസി ആണെങ്കിൽ എൻ്റെ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കില്ല, പക്ഷേ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന പോലെ. സോ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതൊരു ഐസോസിലസ് ട്രപ്പീസി ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് അങ്ങനെ പ്രൂവ് ചെയ്താലും മതി, അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ പ്രൂവ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ആ ചിത്രം ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താ ചിത്രത്തിൽ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഓൾറെഡി എന്തൊക്കെ തന്നിട്ടുണ്ട്? എല്ലാ ഭാഗങ്ങളും തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്, അത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലൂടെയാണ് ഇത് എന്ത് വരച്ചേക്കുന്നത്? ലൈൻസ് വരച്ചേക്കുന്നത്. ആ പോയിന്റിൽ മേലത്തെ പോയിന്റിന് എന്ന് കൊടുത്തു? പി എന്ന് കൊടുത്തു. താഴത്തെ പോയിന്റ് ക്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സി, ഡി സൈഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എ, ബി സൈഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണോ ചിത്രം തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ജോയിൻ ചെയ്യാണ്. ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ ഞാൻ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. സോ ഞാൻ ആദ്യം എഴുതുന്നത് ജോയിൻ പി ക്യൂ. ജോയിൻ പി ക്യൂ എന്തിനാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അവിടെ രണ്ട് ക്വാഡ്രിലേറ്ററലായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നോക്കിക്കഴിഞ്ഞ് എ, ബി, ക്യൂ, പി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററലും അതുപോലെ തന്നെ ക്യൂ, പി, സി, ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററും കിട്ടിക്കാണും. അതിലാദ്യം ഞാൻ എന്ത് ചെയ്യാണ്? കൺസിഡർ ദ ക്വാഡ്രിലേറ്ററൽ എ, ബി, ക്യൂ, പി എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ കൺസിഡർ ചെയ്തു. ഇത് കൺസിഡർ ചെയ്താൽ നോക്കിക്കേ, ഇതിൻ്റെ 4 വേർട്ടിസസ് ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, ക്യൂ ഉണ്ട്, പി ഉണ്ട്. ഈ 4 വേർട്ടിസസും എവിടെ ഇരിക്കുന്നത് നോക്കി? ബ്ലൂ സർക്കിളിലല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വാഡ്രിലേറ്റർ എ, ബി, ക്യൂ, പി എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിലെ 4 വേർട്ടിസസും ഏത്? ബ്ലൂ സർക്കിളുമിലാണ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആയതുകൊണ്ട് അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കുകയാണ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് വെറുതെ ഞാനങ്ങ് കൊടുത്തു. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് ഒരു എക്സ് ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ക്യൂ ആണ് ഇത്ര 180 ഡിഗ്രി ആണെന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു
180 മൈനസ് ആംഗിൾ എ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. സോ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്യാണ്. ആംഗിൾ എ ഞാൻ എന്തായിട്ടെടുത്തു? എക്സ് ആയിട്ടെടുത്തു എന്ന് ഞാൻ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചു ഞാൻ? 180 മൈനസ് എക്സ് ആണ്. അതായത് സ്വാഭാവികമായിട്ടും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആണ്. ഒരെണ്ണം എക്സ് ആണെന്ന് വെച്ചെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 180 നിന്ന് എക്സ് കുറച്ചായിരിക്കും ആണല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം 180 ആണല്ലോ. അപ്പോൾ 180 50 കുറയ്ക്കണ്ടേ? 180 മൈനസ് 50 ഈസ് ഈക്വൽ ടു 130. നമുക്ക് നമ്പേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ പറയാൻ എളുപ്പമായിരിക്കും. നേരെ മറിച്ച് വേരിയബിൾ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണോ നമ്മൾ 130 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഈ 50 എന്ത് ചെയ്തു? 180 നിന്ന് കുറച്ചു. സോ ഈ ആംഗിൾ എക്സ് ആണെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? അതും 180 നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എത്രയെന്ന് കിട്ടും? 180 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ആംഗിൾ പി ക്യു ഡി എന്ന് പറയുന്ന ക്യൂവിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഓക്കെ, നമുക്കറിയാം ബി പി എന്നല്ലെങ്കിൽ ബി ക്യു എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ലൈനാണ്. ബി ക്യു ഡി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആവണ്ടേ? അതിലൊരു ആംഗിൾ എത്രയായിട്ട് മാറി? അതായത് ഞാൻ എഴുതി വയ്ക്കുകയാണ്, ആംഗിൾ ബി ക്യു പി പ്ലസ് ആംഗിൾ പി ക്യു ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആ രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു ലൈനാണ് അല്ലേ? അതൊരു ലൈൻ ആയതുകൊണ്ട്. ഓക്കെ, നമുക്കറിയാം ആംഗിൾ ബി ക്യു ഡി, അതാണ് നമ്മൾ ക്യൂ എന്ന് മേലെ എഴുതിക്കണം. അങ്ങനെ ക്യൂ എന്ന് എഴുതരുത്, കംപ്ലീറ്റ് ആയിട്ട് ഫുൾ എഴുതണം കേട്ടോ. ഓക്കെ, സോ ആംഗിൾ ബി ക്യു ഡി ആണ് എത്ര എന്ന് പറയുന്നത്? 180 മൈനസ് എക്സ്. ഞാനത് കൊടുത്തു. 180 മൈനസ് എക്സ് പ്ലസ് എന്ത് കിട്ടും? ആംഗിൾ പി ക്യു ഡി എനിക്കറിയില്ല. പി ക്യു ഡി ഞാൻ അതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു 180 നീട്ടി. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകാണ്. ആംഗിൾ പി ക്യു ഡീനെ മാത്രം അവിടെ നിർത്തി. ഓൾറെഡി അവിടെ ആരുണ്ട്? 180 ഉണ്ട്. പ്ലസ് 180 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 180. മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് എക്സ് ആയിട്ട് മാറും. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് കൊടുക്കുന്നു മാത്രം. ഓക്കെ, 180 മൈനസ് 180 എന്തായിട്ട് കിട്ടും? 0 ആയിട്ട് കിട്ടും. 0 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആംഗിൾ പി ക്യു ഡി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡിഗ്രിയാണ്. ഓക്കെ, ഏത് തന്നെയായിരിക്കും? പുറത്ത് ഇന്നർ ആംഗിളിലുണ്ടാവുന്ന ഓപ്പോസിറ്റ് കോർണറിലെ വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ സെയിം ആയിരിക്കും. നമ്മളൊരു ഫസ്റ്റ് പ്രൂഫ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേ സെയിം സാധനം ഞാനിവിടെ കൊണ്ടുവന്നു മാത്രം. ഓക്കെ, സോ എത്രയെന്ന് കിട്ടി? എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി കണ്ടുപിടിച്ചൂടെ? ആംഗിൾ സി എന്തായിരിക്കും? നോക്കി നോക്കി. ആംഗിൾ പി സി ഡി ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 180 മൈനസ് എക്സാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ പറ്റും ക്വാഡ്രിലേറ്ററൽ പി ക്യു സി ഡി ഈ സൈക്ലിക് ആണല്ലോ. പി ക്യു സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിനേറ്ററിൽ. എന്തുകൊണ്ടാണ്? പി എന്ന് പറയുന്നത് ഗ്രീൻ സർക്കിൾ മുതലാണ്, ക്യു എന്ന് പറയുന്നതും ഗ്രീൻ സർക്കിൾ മുതലാണ്, സി എന്ന് പറയുന്നതും ഗ്രീൻ സർക്കിൾ മുതലാണ്, ഡി എന്ന് പറയുന്നത് ഗ്രീൻ സർക്കിൾ മുതലാണ്. സോ ഇതെല്ലാം ഗ്രീൻ സർക്കിൾ വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി എന്താവും? 180 മീൻസ് 180 സൈക്ലിക് കോർഡിനേറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംഗിൾ ബി എന്ന് പറയുന്നതും എക്സ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നോക്കി നോക്കി. ആംഗിൾ എ പി ക്യു അല്ലേ? ആ എ പി ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് എക്സ്. എന്തുകൊണ്ടാണ്? പി എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിനേറ്ററിൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, പി സി ഡി ക്യു എന്ന് പറയുന്നത് ഗ്രീൻ സർക്കിളിലുള്ള പോയിന്റ്സ് അല്ലേ? ആയതുകൊണ്ട് പി ക്യു ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈക്ലിക് കോർഡിനേറ്ററിലായിരിക്കും. അങ്ങനെ സൈക്ലിക് കോർഡിനേറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. ഓക്കെ, അതേപോലെ തന്നെ എ ബി ക്യു പി എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിനേറ്റർ ആയതുകൊണ്ട് ആംഗിൾ ബി എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പറയും? എ പി ക്യു എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള എ സി എടുക്കുകയാണെങ്കിൽ അതിൽ നോക്കിയാൽ സി പി ക്യു എന്തായിരിക്കും? എക്സ് ആയിരിക്കും. നമ്മൾ താഴെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ 180 മൈനസ് എക്സ് ആണ് വെച്ചെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. സോ 180 സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ തന്നെ ടോട്ടൽ ആംഗിൾ 180 ആവണം. ആയതുകൊണ്ട് ഇവിടെ 180 മൈനസ് എക്സ് ആണ്. ഇവിടെ എന്താണ്? എക്സ് ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ഡി ക്യൂ നോക്കി നോക്കി. സി ഡി ക്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ എക്സ് ആണ്, അവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞത് അതൊരു സൈക്ലിക് കോർഡിനേറ്റർ ആണ്. സൈക്ലിക് കോർഡിനേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു. ആംഗിൾ ഡി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെന്ന് കിട്ടിയെന്ന് വിചാരിക്കാം? 180 മൈനസ് എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കിയാലോ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ് വരും. സോ ഒരു പ്ലസ് എക്സും വരും, ഒരു മൈനസ് എക്സും വരും. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടിയില്ലേ?
അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി അല്ലേ? സപ്ലിമെൻ്ററി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി സി ഡി ഈസ് സൈക്ലിക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം സൈക്ലിക്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് എ ബി ഡി സി ആണ്. ഓക്കെ, പേര് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. എ ബി ഡി സി ഈസ് സൈക്ലിക്. ഹെൻസ് പ്രൂവ്ഡ് ആണല്ലോ. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒരു ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നോക്കിയാൽ സെയിം ഇതേപോലെ ചെയ്യുക. ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോക്കുക, ഇൻ പിക്ചർ സർക്കിൾ ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഇൻ്റർസെക്ട് അറ്റ് ദ മിഡിൽ സർക്കിൾ പി ക്യു ആർ എസ്. ദ ലൈൻ ജോയിനിങ് ദിസ് മീറ്റ് as the left and right circle at A B C D. Prove that A B D C is cyclic. ഓക്കെ, സെയിം ഇതേപോലെ തന്നെ ഞാൻ എന്ത് വരച്ചു? ഇതേപോലെ ഈ ചിത്രം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മൂന്ന് സർക്കിൾസ് ഉണ്ടെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, രണ്ടെണ്ണമല്ല മൂന്നെണ്ണം. ഓക്കെ, മൂന്നെണ്ണം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡ് കൂടുതലായിട്ട് ജോയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ 3 പോയിൻറ്റ്സും കൂട്ടിച്ചേരുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചിട്ടുണ്ട്. ആ ക്വാഡ്രിലേറ്ററിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് എ ബി ഡി സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ രണ്ട് സർക്കിൾ മുട്ടുന്നതാണ് പിയും ക്യൂവും എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കിൾ മുട്ടുന്നതാണ് ആറും എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ജോയിൻ ചെയ്യും? പി ക്യൂ ആർ എസും ജോയിൻ ചെയ്തു. സോ നമ്മൾ എഴുതി ജോയിൻ പി ക്യൂ ആൻഡ് ആർ എസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വാഡ്രിലേറ്ററൽ കിട്ടി? ക്വാഡ്രിലേറ്ററൽ എ ബി പി ക്യൂ, ക്വാഡ്രിലേറ്ററൽ പി ക്യൂ ആർ എസ്, ക്വാഡ്രിലേറ്ററൽ ആർ എസ് ഡി സി. ഓക്കെ, ഇതെല്ലാം എന്താണ്? സൈക്ലിക് ആണ് അല്ലേ? സോ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോലെ തന്നെ ആംഗിൾ എ എക്സ് ആയിട്ട് എടുത്തു. ഞാൻ എഴുതി ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബി ക്യു പി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, സംശയമില്ലല്ലോ. നേരത്തെ ഇത് ഒന്നുകൂടെ നന്നായിട്ട് കേൾക്കുക. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എന്തായിട്ട് എടുത്തു? 180 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്നത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സോ ഞാൻ എഴുതാണ് ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളാണെന്നത് ആംഗിൾ ആറായിട്ട് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് ആംഗിൾ പി ആർ എസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആയിരിക്കും. എന്താ ഈ ആംഗിൾ 180 മൈനസ് എക്സ് അല്ലേ? ഓക്കെ, സോ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിട്ട് മാറി? 180 മൈനസ് എക്സ് ആയി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആംഗിൾ എക്സ് ആവില്ലേ? ഓക്കെ, സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് ആംഗിൾ സി ആർ എസ് ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് നേരത്തെ പറഞ്ഞ അതേ സെയിം സാധനമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായാലും സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയതുകൊണ്ട് അതെന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ലീനിയർ പെയർ ആയതുകൊണ്ട് അത് എക്സ് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് വീണ്ടും 180 മൈനസ് എക്സ് ആയിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് എടുക്കുന്നത് വീണ്ടും എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. സോ ആംഗിൾ എസ് ഡി സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് എന്ന് വെച്ചാൽ ഡി ആണല്ലോ ആംഗിൾ. സോ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡിഗ്രിയാണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്? 180 മൈനസ് എക്സ് ആണ്. അങ്ങനെ രണ്ടും കൂടി കൂട്ടി നോക്കി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് വെട്ടിപ്പോയി, ബാക്കി എന്ത് കിട്ടും? 180 കിട്ടും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി ആണ്. ആയതുകൊണ്ട് എന്താണ്? ക്വാഡ്രിലേറ്ററൽ എ ബി ഡി സി ഈസ് സൈക്ലിക്. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചു തരാം. ഈ ആംഗിൾ എ എന്തായിട്ടെടുത്തു? എക്സ് ആയിട്ടെടുത്തു. നമ്മൾ എന്ത് ചെയ്തു? ഈ ക്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ്, കാരണം സൈക്ലിക് ക്വാഡ്രിലേറ്ററാണ്. ഈ ക്യൂവിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? വീണ്ടും എക്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആർ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 180 മൈനസ് എക്സിൻ്റെ ആറിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എ എക്സും ബി എന്താണ്? 180 മൈനസ് എക്സും. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. ആയതുകൊണ്ട് അത് എന്തായിട്ട് മാറും? സൈക്ലിക് ക്വാഡ്രിലേറ്ററായിട്ട് മാറും. നേരത്തെ ചെയ്ത അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. സ്റ്റെപ്സ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. എന്നാലേ മനസ്സിലാക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.